ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നമ്മൾ വിവേകചൂടാമണിയിൽ എഴുപത് ശ്ലോകങ്ങൾ പൂർത്തിയാക്കി. അവിടെ നമ്മൾ ആദ്യം തന്നെ അനുബന്ധങ്ങളെക്കുറിച്ച് ചിന്തിച്ചു. വിവേക, വൈരാഗ്യ ആദി സാധനകളുള്ള അധികാരിയെക്കുറിച്ചും വിഷയത്തെക്കുറിച്ചും പ്രയോജനത്തെക്കുറിച്ചും സംബന്ധത്തെക്കുറിച്ചുമൊക്കെ ചിന്തിച്ചു. അനന്തരമാണ് ശിഷ്യപ്രശ്നം അവതരിപ്പിച്ചത്. ശിഷ്യപ്രശ്നത്തെ പ്രശംസിച്ചു ഗുരുനാഥൻ. നീ ചോദിച്ചത് വളരെ നല്ല ചോദ്യമാണ്, നിഗൂഢാർത്ഥമാണ്, സൂത്രപ്രായമാണ്. സർവോപരി മുമുക്ഷുക്കൾക്ക് അങ്ങേയറ്റം പ്രയോജനകരമാണ്. അതുകൊണ്ട് നീ ശ്രദ്ധിച്ചു കേൾക്കൂ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന ഭാഗമാണ് ഇനിയുള്ളത്. അവിടെ 70-ാം ശ്ലോകത്തിൽ ശൃണുഷ്വാവഹിതോ വിദ്വൻ യന്മയാ സമുദീര്യതേ തദേതശ്രവണാത് സദ്യോ ഭവബന്ധാത് വിമോക്ഷ്യസേ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതാണ്. അല്ലയോ വിദ്വൻ, ശിഷ്യൻ ഗുരുവെ സംബോധന ചെയ്യാണ് വിദ്വാൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക. ഇത് ഗുരു ശിഷ്യനെയാണ് വിദ്വൻ എന്ന് സംബോധന ചെയ്യുന്നത്. അവിടെ പരമമായി സർവശാസ്ത്രങ്ങളെയും ബോധിച്ച വിദ്വാൻ എന്നുള്ളൊന്നും അർത്ഥമെടുക്കരുത്. എങ്കിലും അറിവുള്ളവനെ, വിവേകിയായിട്ടുള്ളവനെ എന്നീ വിധം തൻ്റെ അരികിൽ സംശയവുമായി വന്ന ശിഷ്യനെ സംബോധന ചെയ്യുന്നത് മനഃശാസ്ത്രപരമായി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. എത്രമാത്രം അത് ശിഷ്യന് പ്രേരണ നൽകുന്നതാണ്, അംഗീകാരമാണ്. ആ സംബോധനയുടെ പ്രാധാന്യം ചിന്തിക്കണം. അല്ലേ വിദ്വൻ, വളരെ ശ്രദ്ധയോടുകൂടി ഞാൻ പറയുന്നത് കേൾക്കൂ. എന്താ കേട്ടാൽ പ്രയോജനം? ഭവബന്ധത്തിൽ നിന്നും വിമുക്തിയാണ് ഇത് കേട്ടാൽ പ്രയോജനം എന്ന് പറഞ്ഞിട്ട് സാധകൻ്റെ ശ്രദ്ധയെ ഒന്നുകൂടി ആകർഷിച്ചു. എന്നിട്ടാണ് ഉപദേശിക്കുന്നത്, മോക്ഷസ്യ ഹേതു പ്രഥമോ നിഗദ്യതേ വൈരാഗ്യമത്യന്തമനിത്യവസ്തുഷു തതഃ ശമശ്ചാപി ദമസ്തി തിക്ഷാ ന്യാസപ്രസക്താഖിലകർമ്മണാം ഭൃശം തതഃ ശ്രുതിസ്തന്മനനം സതത്വധ്യാനം ചിരം നിത്യനിരന്തരം മുനേഃ തതോ വികൽപം പരമിത്യ വിദ്വാൻ ഇഹൈവ നിർവാണസുഖം സമൃച്ഛതി. 2 ശ്ലോകങ്ങളിൽ ചുരുക്കമായി ഒരു വിഷയപ്രവേശമാണ്. നോക്കൂ, മോക്ഷസ്യ ഹേതോ പ്രഥമോ നിഗദ്യതേ വൈരാഗ്യമത്യന്തമനിത്യവസ്തുഷു തതഃ ശമശ്ചാപി ദമസ്തി തിക്ഷാ ന്യാസപ്രസക്താഖിലകർമ്മണാം ഭൃശം
തതശ്രുതിസ്തന്മനനം സതത്വധ്യാനം ചിരം നിത്യനിരന്തരം മുനേഃ തതോ വികൽപം പരമേത്യ വിദ്വാൻ ഇഹൈവ നിർവാണസുഖം സമൃച്ഛതി. മോക്ഷസ്യ ഹേതുഃ പ്രഥമഃ അനിത്യവസ്തുഷു അത്യന്തം വൈരാഗ്യം നിഗദ്യതേ. മോക്ഷസ്യ ഹേതു, മോക്ഷത്തിൻ്റെ ഹേതു കാരണം പ്രഥമഃ ഒന്നാമതായിട്ട് അനിത്യവസ്തുഷു അത്യന്തം വൈരാഗ്യം നിഗദ്യതേ. അനിത്യവസ്തുക്കളിലുള്ള അത്യന്തമായ വൈരാഗ്യമാണ്. നിത്യസ്വരൂപമാണ് മോക്ഷം. നിത്യസ്വരൂപ ജ്ഞാനമാണ് മോക്ഷം. രണ്ട് രീതിയിലും പറയാം. ഒന്നുകിൽ നിത്യസ്വരൂപമാണെന്ന് പറയാം, കാരണം മോക്ഷത്തിന് വ്യതിചലനമില്ല. വ്യതിചലനമില്ലാത്ത നാശരഹിതമായ ശുദ്ധവസ്തു സ്വരൂപമാണ് മോക്ഷം. അല്ലെങ്കിൽ നാശരഹിതമായ ശുദ്ധവസ്തു സ്വരൂപത്തെ അറിയുന്നതാണ് മോക്ഷം എന്ന് പറയാം. നമ്മുടെ ശ്രദ്ധയും താത്പര്യവും അനിത്യങ്ങളായ വസ്തുക്കളിലും നിത്യമായ വസ്തുവിലും ഒരേ സമയത്ത് അസാധ്യമാണ്. ഒന്നിനെയും നമ്മൾ മോശമെന്ന് മുദ്ര കുത്തുന്നില്ല, ഒന്നിനെയും നമ്മൾ അരുതെന്ന് പറയുന്നില്ല. ഒരാൾ അനിത്യമായ വസ്തുവിൻ്റെ പിന്നാലെയാണ്, അതിനെ തെറ്റെന്ന് നമ്മൾ ആരും പറയാൻ പോകുന്നില്ല, സന്തോഷം. പക്ഷേ രണ്ടും ഒന്നിച്ച് സേവിക്കുക സാധ്യമല്ല. ഒരു ദിക്കിലേക്ക് കിഴക്ക് ദിക്കിലൂടെ പോയാലും സ്ഥലത്തെത്തും, പടിഞ്ഞാറിലൂടെ പോയാലും സ്ഥലത്തെത്തും, ഏതെങ്കിലും ഒരു വഴി കൂടെ പോകാം. പക്ഷേ രണ്ടും ഒന്നിച്ച് പോകാൻ പറ്റില്ല. അതുകൊണ്ട് അമേരിക്കയിൽ പോകാൻ വെച്ചാൽ കിഴക്കോട്ടും പോവാം, പടിഞ്ഞാറോട്ടും പോവാം. അപ്പോൾ അമേരിക്ക പടിഞ്ഞാറാണോ കിഴക്കാണോ എന്ന് ചോദിച്ചാൽ എന്താ മറുപടി? അറിയില്ല. എന്താ നിങ്ങളുടെ അഭിപ്രായം? അമേരിക്ക പാശ്ചാത്യ രാജ്യമാണോ പൗരസ്ത്യ രാജ്യമാണോ? ഈ ചോദ്യം കേട്ടാൽ തന്നെ ചിലർ കളിയാക്കി, ഈ സ്വാമിക്ക് ഒരു വിവരവും ഇല്ലേ, ലോകം മുഴുവൻ വെസ്റ്റേൺ എന്ന് പറയുമ്പോൾ ഈ സ്വാമി എന്താ ചോദിക്കണേ, വെസ്റ്റേൺ ആണോ ഈസ്റ്റേൺ ആണോ എന്ന് ഞാൻ ചോദിക്കും. കാരണം ലോകത്ത് വെസ്റ്റേണും ഈസ്റ്റേണും ഇല്ല. ഭൂമിയിൽ അങ്ങനെ വിഭജിക്കുന്ന ഒരു രേഖയുമില്ല. ഒരാളുടെ അപേക്ഷയിൽ വെസ്റ്റേൺ ആണെങ്കിൽ മറ്റൊരാളുടെ അപേക്ഷയിൽ ഈസ്റ്റേൺ ആയിരിക്കും. ഏതാ ശരി? അതിനേക്കാൾ രസകരമായ വിഷയമുണ്ട്. ഈ വായിൽ കൊള്ളാത്ത വാക്കുകളെ കൊണ്ട് ഇവിടെ പ്രസംഗങ്ങൾ ചെയ്യും. പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ദോഷങ്ങളെക്കുറിച്ച് മണിക്കൂറുകൾ പ്രസംഗിക്കും. ധാരാളം കേട്ടിട്ടുണ്ടാവും. യവൻ്റെ സംസ്കാരം എന്താണെന്നാണ് വിചാരിച്ചത്? ഈ പറയുന്നവൻ്റെ സംസ്കാരം എന്താ? ഇന്ന് ആശ്രമത്തിൽ നിന്ന് ഇങ്ങോട്ട് ഞാൻ തന്നെയാണ് വണ്ടി ഓടിച്ചു വരുന്നത്. വളരെ വില കൂടിയൊരു കാറാണ് തൊട്ട് മുമ്പിലുള്ളത്, വളരെ വില കൂടിയ കാറാണ്. എന്തായാലും അവർക്ക് പ്രാഥമിക വിദ്യാഭ്യാസം അത് ഡ്രൈവ് ചെയ്യുന്ന ആൾക്ക് ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിലെ ഇടത് സീറ്റിലിരിക്കുന്ന ആൾക്കും ഒരു പ്രാഥമിക വിദ്യാഭ്യാസമെങ്കിലും ഉണ്ടാവേണ്ടതാണ്, കാരണം വളരെ വില കൂടിയൊരു വണ്ടിയാണ്. അതിൽ നിന്നാണ് പൊതു റോഡിലേക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ വലിച്ചെറിഞ്ഞത്. ഞാൻ അന്ന് വിചാരിച്ചു അതൊന്ന് എടുത്തിട്ട് വീണ് പോയത് എന്ന് പറഞ്ഞ് കൊടുത്താൽ എന്താന്ന്. പിന്നെ നമ്മൾ നിർത്തുമ്പോഴത്തേക്ക് മെയിൻ ഹൈവേ ആണ്, ഒക്കെ പ്രശ്നമാവും വിചാരിച്ചിട്ട് വേണ്ട വിചാരിച്ചു. എന്താണ് നിങ്ങളെ വീണ് പോയ ബോട്ടിൽ ഇതാ എന്ന് പറഞ്ഞ് കൊടുക്കേണ്ടതായിരുന്നു. പക്ഷേ നമ്മൾ നിർത്തുമ്പോഴത്തേക്ക് അയാൾ എങ്ങോ എത്തിപ്പോകും, നല്ല സ്പീഡിലാണ് പോകുന്നത്. പിന്നെ അയാളെ ചേസ് ചെയ്ത് പിടിച്ചൊന്നും പറ്റില്ല, എൻ്റെ ആവശ്യമില്ല. റോഡ് മത്സരത്തിൻ്റെ മേഖലയല്ല. പക്ഷെ നമ്മൾ ചിന്തിക്കുക, ഇതാണോ നമ്മുടെ സംസ്കാരം? ഈ നമ്മളാണ് പറയണത് പാശ്ചാത്യ സംസ്കാരം. അങ്ങനെ പാശ്ചാത്യ സംസ്കാരം എന്ന് പറയുന്നവരോട് ചോദിക്കാനുള്ളത്, അങ്ങനെയാണെന്ന് വെച്ചാൽ ഓസ്ട്രേലിയ നിങ്ങളേതാ പറയുക? പൗരസ്ത്യ സംസ്കാര ഏതാണ്? അതുകൊണ്ട് ദയവീത് ഈ പാശ്ചാത്യ പൗരസ്ത്യം എന്നുള്ള വാക്ക് ഒഴിവാക്കുക. ഈ ഭൂമി മുഴുവൻ ഒരു കുടുംബം, വസുധൈവ കുടുംബകം. അതാണ് നമ്മുടെ കാഴ്ചപ്പാട്. അതിൽ എല്ലാ നാട്ടിലും കെട്ടതുമുണ്ട്, എല്ലാ നാട്ടിലും നല്ലതുമുണ്ട്.
അല്ലാതെ ഒരു രാഷ്ട്രത്തെയും ഒരു സംസ്കാരത്തെയും പ്രശംസിക്കുകയോ കുറ്റപ്പെടുത്തുകയോ രണ്ടും ചെയ്യരുത്. അതിരിക്കട്ടെ, പറഞ്ഞ വിഷയം രണ്ടും ഒന്നിച്ചു പോകാൻ പറ്റില്ല എന്നാണ്, അത്രയേ ഉദ്ദേശിച്ചുള്ളൂ. ഏതെങ്കിലും ഒരു വഴി നിശ്ചയിക്കണം. അതുപോലെ നിത്യമായതിലാണോ നിൻ്റെ പരിപൂർണമായ ശ്രദ്ധ, എങ്കിൽ അനിത്യമായതിൽ നിന്ന് മാറണം. അല്ല, അനിത്യമായതിൻ്റെ പിന്നാലെയാണോ, തുറന്ന് സമ്മതിക്കണം, എന്താ കുഴപ്പം? അതുകൊണ്ട് പറയുകയാണ്, മുക്തിമാർഗത്തിൽ ആദ്യത്തെ ഹേതു അനിത്യ വസ്തുക്കളിലുള്ള അത്യന്തമായ വിരക്തിയാണ്. ഇത് സ്വാഭാവികമാണ്, അതും കൂടി മനസ്സിലാക്കണം. അതെന്തിനെങ്കിലും വെറുത്തിട്ടുണ്ടാവുന്നതല്ല. ഏതെങ്കിലും പദാർത്ഥത്തോടോ വസ്തുവോടോ വിഷയത്തോടുള്ള വെറുപ്പല്ലാതെ, മറിച്ച് നിത്യമായ സത്തത്വത്തിലുള്ള നമ്മുടെ ശ്രദ്ധ വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായി മറ്റത് വിട്ടുപോകും. ഈ വിവേകജനിതമായ വിരക്തിയാണ് ഒന്നാമത്തെ ഹേതു. തതഃ അനന്തരം ശമഃ, ശമമാണ് മനസ്സിൻ്റെ നിയന്ത്രണം. മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിലാവുക എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ചതാണ്. തതഃ ദമഃ, അനന്തരം ദമം, ഇന്ദ്രിയങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലാവുക എന്നുള്ളത്. തുടർന്ന് തിതിക്ഷ, തിതിക്ഷയാണ്. തിതിക്ഷയെപ്പറ്റി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രാഥമിക തലത്തിൽ ശാസ്ത്രം പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ജീവിതത്തിൽ വന്നു ചേരുന്ന ദുഃഖങ്ങളെ സഹിക്കാനുള്ള കഴിവിനാണ് തിതിക്ഷ എന്ന് പറയുക, പ്രാഥമിക തലത്തിൽ. അത് ശരിയുമാണ്. എന്നാൽ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും, ദുഃഖങ്ങളെ സഹിക്കുന്നത് മാത്രമല്ല തിതിക്ഷ. മനുഷ്യന് ദുഃഖത്തെ സഹിക്കുകയല്ലാതെ വേറൊരു വഴിയില്ല. അത് പല രീതിയിൽ സഹിക്കാം. പ്രതികാര ബുദ്ധിയോടുകൂടി സഹിക്കാം. ചിലർ പുറമെ യാതൊരു ഭാവഭേദവും ഇല്ലാതെ സഹിച്ച് ഒറ്റയ്ക്ക് പോയിരുന്ന് കരയും, പരാതിയും പരിഭവവും പറയും. അപ്പോഴൊക്കെ നമ്മുടെ മനസ്സ് സംഘർഷപൂരിതമാകും. അതുകൊണ്ട് ദുഃഖങ്ങളെ സഹിക്കുക എന്ന് മാത്രം പറഞ്ഞാൽ പോരാ എന്നുള്ളത് കൊണ്ട് ആചാര്യൻ ഒന്നും കൂടി സ്പഷ്ടമാക്കും. ഏകാന്ത വിലാപമോ പരിഭവമോ ഇല്ലാതെ ദുഃഖങ്ങളെ സഹിക്കുന്നതാണ് തിതിക്ഷ. ആദ്യം പറഞ്ഞു, സഹനം സർവദുഃഖാനാം തിതിക്ഷാസ ശുഭാമത. സർവദുഃഖങ്ങളെയും സഹിക്കുന്നതാണ് തിതിക്ഷ. കുറച്ചും കൂടി ഉയർന്ന് ചിന്തിച്ചപ്പോൾ സഹനം സർവദുഃഖാനാം, ഒരു മാറ്റവും ഇല്ല, അപ്രതീകാരപൂർവകം, പ്രതികാരബുദ്ധി ഇല്ലാതെ, ചിന്താവിലാപരഹിതം, ഏകാന്തത്തിൽ ചിന്തിച്ചിരിക്കുകയോ കരയുകയോ ചെയ്യാതെ, തിതിക്ഷാസ നിഗദ്യതേ, അതാണ് തിതിക്ഷ. പക്ഷെ കുറച്ചും കൂടി സൂക്ഷ്മമായി നമ്മൾ ആലോചിക്കുമ്പോൾ ഈ ദുഃഖങ്ങൾ സഹിക്കുകയല്ലാണ്ട് വല്ല വഴിയുണ്ടോ? എന്താ വഴി? ഒരു വഴിയില്ല. മനുഷ്യന് ദുഃഖങ്ങൾ സഹിക്കുകയല്ലാണ്ട് ഒരു വഴിയില്ല. അതുകൊണ്ട് മനുഷ്യൻ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ദുഃഖങ്ങളെ സഹിക്കും. എന്നാൽ സുഖത്തെ സഹിക്കാൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല. ജീവിതത്തിൽ എന്തെങ്കിലും അല്പസുഖം വന്നാൽ മതി, നമ്മൾ അഹങ്കരിച്ച് നശിക്കും. അതുവരെയുള്ള കൂട്ടുകാരെ കണ്ടാൽ പോലും തിരിച്ചറിയില്ല. എന്തെങ്കിലും അല്പസുഖങ്ങൾ വന്നാൽ മതി. അതുകൊണ്ടാണ് പഴമക്കാരെപ്പോഴും നമ്മളോട് പറഞ്ഞു തരിക, വന്ന വഴി മറക്കരുത്, വന്ന വഴി മറക്കരുത് എന്ന് എപ്പോഴും പഴമക്കാർ പറഞ്ഞു തരാറുണ്ട്. കാരണം നമ്മൾ പലപ്പോഴും സമൂഹത്തിൽ ഉന്നതം എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ വന്ന വഴി മറന്നുപോകും. ഉന്നതം എന്ന് പറഞ്ഞിട്ടില്ല,
ഉന്നതമെന്ന് പറയുന്ന എന്നേ പറഞ്ഞിട്ടുള്ളൂ. കാരണം ഒന്നും ഉന്നതമല്ല, ഒന്നും താണതുമല്ല. ഏതാ ഉന്നതം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഏതാ താഴ്ന്നത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറ്റില്ല, ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ കേവലം ദുഃഖം സഹിച്ചു എന്നുള്ളത് കൊണ്ട് മഹിമയായില്ല. ദുഃഖം സുഖം, ശീതം ഉഷ്ണം, പൂജ പരിഭവം, സ്തുതി നിന്ദ, അങ്ങനെ ജീവിതത്തിൽ വരുന്ന എല്ലാ ദ്വന്ദ്വങ്ങളെയും സഹിക്കാൻ സാധിക്കണം. ഈ ജീവിതത്തിൽ വന്നു ചേരുന്ന ദ്വന്ദ്വങ്ങളെ സഹിക്കാനുള്ള കഴിവാണ് തിദിക്ഷ. ഒരാൾ നമ്മളെ വല്ലാതെ പുകഴ്ത്തി, സന്തോഷം. ഒരാൾ വല്ലാതെ ഇകഴ്ത്തി, സന്തോഷം, കഴിഞ്ഞു. കാരണം രണ്ടിനാളും നമ്മൾ മാറുന്നില്ല. എന്തിൻ്റെ പേരിലാണ് നമ്മളെ പുകഴ്ത്തുക ആൾക്കാർ, അല്ലെങ്കിൽ ഇകഴ്ത്തുക? ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ ആത്മസ്വരൂപത്തിൻ്റെ പേരിൽ ആരെങ്കിലും നമ്മൾ ഇന്ന് വരെ പുകഴ്ത്തിയിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ആത്മസ്വരൂപത്തിൻ്റെ പേരിൽ ഇന്ന് വരെ ആരെങ്കിലും നമ്മളെ ഇകഴ്ത്തിയിട്ടുണ്ടോ? ഇല്ല. ഒന്നുകിൽ ശരീരത്തെ, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ, അല്ലെങ്കിൽ മനസ്സിനെ, അല്ലെങ്കിൽ ബുദ്ധിയെ. കഴിഞ്ഞു. ഇതൊക്കെ എൻ്റെ ഉപാധികളാണ്. ഇതിനെ സംബന്ധിച്ചാണ് ഈ പുകഴ്ത്തുക ഇകഴ്ത്തുകയൊക്കെ ചെയ്യുക. എന്തൊരു സുന്ദരിയാ, എന്തൊരു സുന്ദരനാ, ഇല്ലേ? പുകഴ്ത്താം. ഓ അപാര ബുദ്ധിശാലിയാട്ടോ, എന്താ അയാളുടെ വലിയ ഓർമ്മശക്തിയാ, എന്തായാളുടെ മനന സാമർഥ്യം, അയാളുടെ കാഴ്ച എന്താ, കേൾവി എന്താ, ഇങ്ങനെയൊക്കെയാണ്. ഇതൊന്നും എന്നെ സംബന്ധിക്കുന്നതല്ല, എൻ്റെ ഉപാധികളെ സംബന്ധിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാം കേൾക്കുക സമചിത്തതയോടുകൂടി. ഇങ്ങനെ ജീവിതത്തിൽ വന്നു ചേരുന്ന എല്ലാ ദ്വന്ദ്വങ്ങളെയും സഹിക്കാനുള്ള കഴിവാണ് തിദിക്ഷ. അപ്പോൾ വിരക്തി, ശമം, ദമം, തിദിക്ഷ, ന്യാസപ്രസക്താഖില കർമ്മണാം ഭൃശം. അഖില കർമ്മണാം ന്യാസഃ, എല്ലാ കർമ്മങ്ങളുടെയും ന്യാസം, ഉപേക്ഷ. ഇതിനെയാണ് നമ്മൾ സന്യാസം എന്ന് പറയുന്നത്. ന്യാസ എന്നുള്ളത് സംപൂർവകമായ സന്യാസമായി. വിഹിതങ്ങളായ സകല കർമ്മങ്ങളെയും വിധിപ്രകാരം തന്നെ ഉപേക്ഷിക്കുന്നു. ഇതിന് പ്രായണ വേദാന്ത പ്രകരണങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന പദപ്രയോഗം ഉപരതി എന്നായിരിക്കും. ശമം, ദമം, തിദിക്ഷ, ഉപരതി. ഇപ്പം സമ്പൂർണമായി കർമ്മങ്ങൾ അല്ലെങ്കിൽ മനസ്സും ബുദ്ധിയും തന്നിലേക്ക് തന്നെ ഉപരമിച്ച അവസ്ഥ, അത് സന്യാസമാണ്. അതുകൊണ്ടുള്ള ഉപരതിയെ ആചാര്യൻ ന്യാസപ്രസക്താഖില കർമ്മണാം എന്ന് പറഞ്ഞു. പ്രസക്തങ്ങളായ എല്ലാ കർമ്മങ്ങളുടെയും ന്യാസം. പിന്നെ തതഃ ശ്രുതിഹി, ഇത്രയും ആയിക്കഴിഞ്ഞാൽ സമ്പന്നനായി കഴിഞ്ഞു. അത്യാവശ്യം വേദാന്ത ശ്രവണത്തിന് വേണ്ട സമ്പത്ത് മുഴുവനായി. സമ്പന്നന്മാർക്കേ വേദാന്തം ശ്രവിച്ചിട്ട് പ്രയോജനമുള്ളൂ. ഇത് ദരിദ്രന്മാർക്കുള്ളതല്ല. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് സമ്പന്നൻ എന്ന് പറഞ്ഞാൽ ചില്ലാനം കറൻസിയാണ്. ഇതല്ല ഈ പറഞ്ഞ സമ്പത്ത്. ഈ പറഞ്ഞ സമ്പത്തുകൾ ഉണ്ടായാൽ വിവേകം, വൈരാഗ്യം, ശമം, ദമം, ഉപരതി, തിദിക്ഷ, പിന്നെ ശ്രദ്ധയും സമാധാനവും മുമുക്ഷുത്വമൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ തൽക്കാലത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ശ്രുതിഹി, ശ്രവണം ചെയ്യുന്നു, ഗുരുനാഥനിൽ നിന്ന് തത്വത്തെ കേൾക്കുന്നു. കേട്ടു എന്നുള്ളത് കൊണ്ട് പ്രയോജനമില്ല. കേട്ടതിനെ നല്ലതുപോലെ യുക്തിപൂർവം വിചാരം ചെയ്യണം. അനേക യുക്തികളെ ഉപയോഗിച്ച് വിചാരം ചെയ്യണം. അല്ലാണ്ട് കേട്ടു, ഓ ഞാൻ മനസ്സിലാക്കി, മുഴുവൻ കേട്ടു പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല. യുക്തിപൂർവം മനനം ചെയ്യണം. അപ്പം മനനം ചെയ്യുമ്പോൾ അതിനുള്ള സഹായികളെ വേണ്ടി വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മനന സഹായികളെ ഉപയോഗിച്ചിട്ട് വേണം മനനം ചെയ്യാൻ. ഉദാഹരണത്തിന് എല്ലാ വിവേകങ്ങളും, പഞ്ചകോശ വിവേകം, പഞ്ചഭൂത വിവേകം,
അവസ്ഥാത്രയ വിവേകം, ശരീരത്രയ വിവേകം, ഇങ്ങനെ ശാസ്ത്രത്തിൽ പറയുന്ന എല്ലാ വിവേകങ്ങളും മനനത്തിനാണ്, ശ്രവണത്തിനല്ല. അതുപോലെ ധാരാളം ഗ്രന്ഥങ്ങളുണ്ട് മനനത്തിന്, മനന സൗകര്യങ്ങളായിട്ടുള്ള. മനനത്തിന് സഹായിക്കുന്ന ഒരുപാട് ഗ്രന്ഥങ്ങൾ, ഉദാഹരണം പറഞ്ഞ ശങ്കരാചാര്യസ്വാമികളുടെ കൃതികളിൽ തന്നെ ആത്മബോധം വളരെ മനന സഹായിയായ ചെറിയൊരു ഗ്രന്ഥമാണ്. അല്ലെങ്കിൽ ഹസ്താമലകീയം, വളരെ സുന്ദരമായ വെറും 12 ശ്ലോകങ്ങൾ മാത്രമുള്ള മനനസഹായിയായ ഗ്രന്ഥമാണ്. ഇനി മനനസഹായിയായിട്ട് നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ഗ്രന്ഥമാണ് യോഗവാസിഷ്ഠം, ഏറ്റവും ബൃഹത്താണ്. അതൊന്നും ശ്രവണത്തിനുള്ളതല്ല, ശ്രവണത്തിനല്ല ഉപയോഗിക്കേണ്ടത്. ശ്രവണം കഴിഞ്ഞ് പല ദിശകളിലൂടെ മനനം ചെയ്യാനാണ് ഈ കൃതികളൊക്കെ ഉപകരിക്കുക. അങ്ങനെ ആയിരക്കണക്കിന് കൃതികളുണ്ട്. ഇനി ഒരു കൃതിയും വേണ്ട, സ്വയം ഇരുന്ന് യുക്തിപൂർവ്വം വിചാരം ചെയ്യാം. അങ്ങനെ മനനം ചെയ്യുന്നു. സതത്വധ്യാനം, സതത്വം സ്വരൂപം, സ്വരൂപധ്യാനം. ഞാൻ ആര് എന്ന വിചാരത്തിൽ നിന്ന് അങ്ങുമിങ്ങും ഛിന്ന ഭിന്നമായി പോകാതെ മനസ്സ്, ബുദ്ധി തന്നിൽ തന്നെ ഉറച്ചിരുന്നു. സതത്വധ്യാനം. എപ്പോ? ചിരം, ദീർഘകാലം. എപ്പോ? നിരന്തരം, അന്തരമില്ലാതെ. ധ്യാനം ഞാൻ അരമണിക്കൂർ ദിവസവും ധ്യാനിക്കാറുണ്ട്. അപ്പോൾ 23.5 മണിക്കൂറോ? അങ്ങനെ ചെയ്യേണ്ടതല്ല. മറിച്ച് നമ്മുടെ ജീവിതം തന്നെ ധ്യാനമയമാണ്. ബാഹ്യമായി എന്തെന്ത് പ്രവർത്തനം ചെയ്യുമ്പോഴും ആന്തരികമായി വിചാരത്തിൻ്റെ ഒരു ധാര നിലനിൽക്കുന്നു. അതാണ് നിത്യനിരന്തരം. തതഹ, അതിലൂടെ അവികൽപ്പം പരമെത്യോ, സംശയരഹിതമായ സ്ഥിതിയെ പ്രാപിച്ചിട്ട്. ഇപ്പോൾ ഗുരുവിൽ നിന്ന് ശ്രവണം ചെയ്യുമ്പോഴും തുടർന്ന് മനനം ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് പല വിധത്തിൽപ്പെട്ട സംശയങ്ങളുണ്ടാവും. സംശയങ്ങൾക്ക് സാധ്യതയുമുണ്ട്. അങ്ങനെയാണോ ഇങ്ങനെയാണോ, അതാണോ ഇതാണോ, ഇതെന്തുകൊണ്ട് അങ്ങനെ, എന്തുകൊണ്ട് ഇങ്ങനെ എന്നല്ല. സാമാന്യം നമ്മളങ്ങനെ വിചാരം ചെയ്ത് ഉറപ്പിച്ചപ്പോഴാണ് തീർത്തും ഭിന്നമായ മറ്റൊരാശയത്തെ വേറൊരാൾ പറഞ്ഞു തരുന്നത്. തിരക്കിടില്ലല്ലോ, അത് ശരിയാണല്ലോ. ചിലപ്പോൾ നമ്മൾ പൂർവപക്ഷത്തെ സിദ്ധാന്തമായിട്ടൊക്കെ ധരിക്കും ശാസ്ത്രം പഠിക്കുമ്പോൾ. കാരണം പൂർവപക്ഷം അത്രയും യുക്തിയുക്തമാണ് അവതരിപ്പിക്കുക. വാദത്തിൽ ഇരുപക്ഷത്തിലുള്ളവരും പ്രഗത്ഭന്മാരാണ്. അപ്പം സ്വന്തം ഒരു സിദ്ധാന്തത്തിൻ്റെ പ്രതിഷ്ഠ ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ പൂർവപക്ഷവും സിദ്ധാന്തം എന്ന രീതിയിൽ നമ്മൾ ഉറച്ചു പോകും. ആ അവസ്ഥ മാറിയാൽ മാത്രമേ അവികൽപ്പജ്ഞാനം ഉണ്ടാവുള്ളൂ. അവികൽപ്പം തന്നെയാണ് നിർവികൽപ്പം. വികല്പമില്ലാത്ത, വികല്പം എന്ന് പറഞ്ഞാൽ അതാണോ ഇതാണോ എന്നുള്ള വിപരീത കൽപ്പനകൾ, വിവിധ കൽപ്പനകൾ. അങ്ങനെ അവികൽപ്പമായ സ്ഥിതിയെ പ്രാപിച്ച് വിദ്വാൻ ഇഹൈവ നിർവാണ സുഖം സമൃച്ഛതി. ഇഹൈവ, ഇവിടെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ, ഈ മനുഷ്യ ജീവിതത്തിൽ തന്നെ നിർവാണ സുഖം സമൃച്ഛതി. നിർവാണം മരിച്ചു കഴിഞ്ഞിട്ടല്ല, നിർവാണം ലോകത്തിൽ മറ്റേതെങ്കിലും ലോകത്തിൽ പോയിട്ടല്ല, പരലോകത്തിലോ സ്വർഗത്തിലോ വൈകുണ്ഠത്തിലോ കൈലാസത്തിലോ പോയിട്ടല്ല. ആണെന്ന് വരികിൽ ഇത്തരം ശാസ്ത്രങ്ങൾക്ക് അർത്ഥമില്ല, ഞാൻ വിശ്വസിക്കില്ല. മരിച്ചു പോയതിന് ശേഷമാണ് മോക്ഷമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ മോക്ഷശാസ്ത്രങ്ങളെ ഞാൻ അംഗീകരിക്കില്ല. കാരണം ജീവിച്ചിരിക്കുന്നവനാണല്ലോ എഴുതിയത്. മരിച്ചിട്ടാ എഴുതിയ ശങ്കരാചാര്യർ ശരീരത്തിൽ ഇരിക്കുമ്പോഴാണോ ഇത് എഴുതിയതല്ല പോയിട്ടാണോ? പോയിട്ട് എഴുതിയാൽ നമുക്ക് എവിടെ നിന്ന് കിട്ടും ബുക്ക്? അതുകൊണ്ട് ഈ മുക്തി ജീവിച്ചിരിക്കുമ്പോഴാണ്, ഇവിടെയാണ്. ഇഹൈവ സർവേ പ്രവിലീയന്തി കാമാഹ എന്ന് ശ്രുതി അതുകൊണ്ട് പറയും. ഇവിടെ തന്നെ എല്ലാ കാമനകളും വിലയിച്ചു. ഇഹൈവ തൈർജിത സർഗ,
ഇവിടെ തന്നെ അവർ സൃഷ്ടിയെ തരണം ചെയ്തു. ഗീത പറയും അത്രൈവ സർവേ എന്നും പറയും. ഇവിടെ തന്നെ എല്ലാം. അവിടെയല്ല. അവിടത്തെക്കുറിച്ച് നമുക്ക് അറിയില്ല, അവിടത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനും വയ്യ. പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോരുത്തർ ഈ അവിടെക്കുറിച്ച് ചർച്ച ചെയ്യണത് കേട്ടാൽ രോമാഞ്ചം ഉണ്ടാവും നമുക്ക്, ഇല്ലേ? എന്താ കഥ, അവിടെ പോയുള്ള സൗകര്യങ്ങളും സുഖങ്ങളും ഒക്കെ പറഞ്ഞ് ദക്ഷിണ കൊടുക്കുമ്പോൾ, അല്ല നിങ്ങളിപ്പോൾ അവിടെ വല്ലതും പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാലോ എന്തായിരിക്കും? അതിനിപ്പോൾ ദക്ഷിണ കൊടുക്കലൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം മുൻകൂട്ടി തന്നെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റാണ്. എന്നാലേ ഇവിടെ വന്നിട്ട് വേദാന്തം മതപ്രസംഗമൊക്കെ ചെയ്യുള്ളൂ. ഹിന്ദു ആയാലും മുസൽമാൻ ആയാലും ക്രിസ്ത്യാനി ആയാലും ഒക്കെ തന്നെ എല്ലാവരും കണക്കായി, ഒരു വ്യത്യാസമില്ല. അതുകൊണ്ട് ഇഹൈവ അത്രൈവ ഇതാണ് ഇവിടെ വേദാന്തത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട വാക്യം. അതാണ് അനുഭൂതി സമ്പന്നന്മാരായ ഗുരുനാഥന്മാരാണ് നമുക്ക് ഇതെല്ലാം പകർന്നു തരുന്നത്. അതുകൊണ്ട് വേദാന്തം പരമമായ പ്രമാണമാണെന്ന് പറഞ്ഞാൽ അതിനും പ്രമാണമാണ് ഗുരുനാഥന്മാർ. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് ഈ വാക്ക് അടിവരട്ട് വയ്ക്കുക. ഇഹൈവ നിർവാണ സുഖം സമൃച്ഛതി. വ്യക്തമാണല്ലോ. യത് ബോധവ്യം തദേവാഗ്നിം തവേദാനിം ആത്മാനാത്മവിവേചനം തദുച്യതേ മയാ സമ്യക് ശ്രുത്വാത്മന്യവധാരയ. യത് ബോധവ്യം തവേദാനിം ആത്മാനാത്മവിവേചനം തദുച്യതേ മയാ സമ്യക് ശ്രുത്വാത്മന്യവധാരയ. തവ നിനക്ക്. അപ്പം നേർക്ക് ശിഷ്യനോട് ഉപദേശിക്കുന്നത് കൊണ്ടാണ് നിനക്ക് എന്ന് പറഞ്ഞത്. തവ ഏകവചനമാണ്. കാരണം പൊതുവേ ശാസ്ത്രത്തിൽ ബഹുവചന നമ്മൾ കാണുക, നിങ്ങൾക്ക് എന്നൊക്കെയാണ്. ഇവിടെ തവ എന്ന് നേരിട്ട് ഏകവചനം പറയാൻ കാരണം ശിഷ്യനോട് നേരിട്ട് ഉപദേശിക്കുകയാണ്. അതുകൊണ്ട് തവ ഇദാനീം യത് ബോധവ്യം, ഇപ്പോൾ എന്തറിയപ്പെടേണ്ടതുണ്ടോ, ഇദാനീം ഇപ്പോൾ, യത് യാതൊന്ന്, ബോധവ്യം അറിയപ്പെടേണ്ടതുണ്ടോ, തത് അത്, മയാ ഉച്യതേ എന്നാൽ പറയപ്പെടുന്നു. ഇപ്പം നീ നല്ലപോലെ മനസ്സിലാക്കേണ്ടത് എന്താണോ അത് എന്നാൽ പറയപ്പെടുന്നു. അതെന്താ? അത് ആത്മാനാത്മവിവേചനം. ആത്മാനാത്മവിവേചനമാണ്. ശങ്കരാചാര്യസ്വാമികളുടെ തന്നെ കൃതികളിൽ ആത്മാനാത്മവിവേകം എന്നൊരു പ്രകരണമുണ്ട്. വാസ്തവത്തിൽ ഈ വാക്ക് തന്നെ അബദ്ധ ഇല്ലേ? ഈ ആത്മാനാത്മവിവേചനം എന്ന് പറഞ്ഞ വാക്ക് തന്നെ ആലോചിച്ചാൽ വിഡ്ഢിത്ത. പിന്നെ വേദാന്തം ആയതുകൊണ്ട് വിഡ്ഢിത്തത്തിൽ കുഴപ്പമില്ല. കാരണം വേദാന്തം ഉപദേശിക്കുന്നത് തന്നെ വിഡ്ഢിത്താണ്. കാരണം മറ്റെല്ലാ ശാസ്ത്രങ്ങളിലും ഞാൻ പറഞ്ഞു തന്നെ മനസ്സിലാക്കി തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഉപദേശിക്കുന്നത്. ഇത് പറയാൻ പറ്റാത്തതിനെയാണ് പറയുന്നതെന്ന് ആചാര്യനറിയാം. പറയാൻ പറ്റാത്തതിനെയാണ് പറയണത്. അപ്പം അതന്നെ വിഡിത്ത. അപ്പം പിന്നെ ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കാം. കാരണം ആത്മാന്ന് പറഞ്ഞാൽ ഉണ്മ, അനാത്മ എന്ന് പറഞ്ഞാലോ ഇല്ലാത്തത്. എങ്ങനെയാണ് ഇല്ലാത്തതിനെ കുറിച്ച് പറയുക? ഞാൻ മാൻകൊമ്പിൻ്റെയും കഴുതക്കൊമ്പിൻ്റെയും വ്യത്യാസം പറഞ്ഞു തരാം, അല്ലെങ്കിൽ കാളക്കൊമ്പിൻ്റെയും മുയൽക്കൊമ്പിൻ്റെയും വ്യത്യാസം പറഞ്ഞു തരാം എന്ന് പറഞ്ഞാൽ എന്താ അപ്പം നമ്മൾ മനസ്സിലാക്കുക? തമാശയ്ക്ക് വല്ലതും ആസ്വദിക്കാൻ അവിടെ ഇരിക്കാന്നല്ലാതെ സമയം കളയാനില്ലാത്തവരാരും അവിടെ ഇരിക്കില്ല. അപ്പോൾ എഴുന്നേറ്റ് പോകും. കാരണം കഴുതക്കൊമ്പില്ല, മുയൽക്കൊമ്പില്ല. ഇപ്പം ഇല്ലാത്തതിനെ കുറിച്ച് എങ്ങനെയാണ് മുമ്പിൽ പറയാൻ പോണത്?
ഇതുപോലെയാണ് ആത്മാനാത്മ വിവേകം. അനാത്മാവില്ലാത്തതാണ്. അപ്പോൾ ഉള്ളതിനെ ഇല്ലാത്തതിനെ എങ്ങനെ വേർതിരിക്കും? നമുക്ക് അരിയും കല്ലും വേർതിരിക്കാം, അല്ലെങ്കിൽ കടലയിൽ കല്ലുണ്ട്, കടലയും കല്ലും വേർതിരിക്കാം. കാരണം രണ്ടും ഉള്ള വസ്തുക്കളാണ്. ആത്മാവുള്ളത്, അനാത്മാ ഇല്ലാത്തത്. എങ്ങനെ ഇല്ലാത്തതിനെ ഉള്ളതിൽ നിന്ന് ഇല്ലാത്തതിനെയോ വേർതിരിക്കുക? ആചാര്യൻ പറയാണ്, ഞാൻ പറഞ്ഞുതരാം. അപ്പം അവിടെ നമ്മൾ അനാത്മ എന്നുള്ളതിന് അത്യന്തം അസത്തായത് എന്നർത്ഥമെടുക്കരുത്. ഞാനല്ലാത്ത എൻ്റെ ഉപാധികളെയൊക്കെയാണ് ഇവിടെ അനാത്മ എന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം എൻ്റെയും ഞാനും വേർതിരിക്കാൻ കഴിയാതെ കലർപ്പിലാക്കി വെച്ചിരിക്കുക നമ്മുടെ പ്രശ്നങ്ങളുടെ കാരണം. അതാണ് നമ്മുടെ പ്രശ്നങ്ങളുടെ മുഴുവൻ കാരണം. അതുകൊണ്ട് എൻ്റെ ഉപാധികളെ എന്നിൽ നിന്ന് വേർതിരിക്കുക, അതാണ് ഇവിടെ അനാത്മശബ്ദത്തിന് അർത്ഥം മനസ്സിലാക്കേണ്ടത്. നിൻ്റെയും നിൻ്റെ ഉപാധികളുടെയും വേർതിരിവ് ഞാൻ പറഞ്ഞു തരാം. കാരണം ഇപ്പോൾ ഉപാധികളിലാണ് ഞാനെന്ന് വിചാരിച്ച് വെച്ചുള്ളത്. അങ്ങനെ വിചാരിച്ച് വെച്ചുകൊണ്ടാണ് ശരിയായ തന്നെ മനസ്സിലാക്കാത്തത്. അങ്ങനെ ആദ്യം തന്നെ ആത്മാനാത്മ വിവേകം ഞാൻ പറഞ്ഞു തരാം. നീ എന്ത് ചെയ്യണം? ശ്രുത്വാ, കേട്ടിട്ട് ആത്മനി, തന്നിൽ, അവധാരയ, ഉറപ്പിക്കൂ. കേട്ടിട്ട് നീ എഴുന്നേറ്റ് പോരുത്, കേട്ടിട്ട് നിന്നിൽ ഉറപ്പിക്കണം ഇത്. അപ്പോൾ ഉറപ്പിക്കാൻ ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ വിചാരമാർഗങ്ങളെ സ്വീകരിക്കേണ്ടി വരും. ഒരാൾ വിചാരം ചെയ്യുന്ന പോലെ അല്ല വേറൊരാൾ വിചാരം ചെയ്യേണ്ടത്. ഓരോരുത്തർക്കും അവരവരുടേതായ രീതിയിൽ വിചാരം ചെയ്യേണ്ടി വരും. പക്ഷെ ഉറപ്പിക്കണം. ഇതാണ് ഉപദേശം. വ്യക്തമാണല്ലോ? നോക്കൂ, യത് ബോധവ്യം തവേദാനിം ആത്മാനാത്മവിവേചനം തദുച്യതേ മയാ സമ്യക് ശ്രുത്വാത്മന്യവധാരയ. ഇത് വളരെ പ്രാഥമിക തലത്തിലുള്ള വിചാരതലം മുതൽ പരമമായ തത്വ സാക്ഷാത്കാര ദശ വരെയുള്ള എല്ലാ ഉപദേശങ്ങളും അടങ്ങുന്നതാണ് വിവേകചൂഡാമണി. ഒരു അത്ര ഉയർന്ന ഒരു ഗ്രന്ഥം മാത്രമല്ല, ഉയർന്നതുമാണ് താഴ്ന്നതുമാണ് ഒക്കെയാണ്. വിചാരത്തിൻ്റെ എല്ലാ ദിശകളിലുള്ളവർക്കും ഉപയുക്തമായൊരു ഉപദേശ ഗ്രന്ഥമാണിത്. അതുകൊണ്ട് ഒരു പ്രാഥമിക തലത്തിൽ വിചാരം ആരംഭിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഏറ്റവും പ്രാഥമിക തലത്തിൽ ഇവിടെ വിചാരം ആരംഭിക്കുകയാണ്. നോക്കൂ, മജ്ജാസ്ഥിമേദ പലരക്തചർമ്മ ത്വഗാഹ്വയൈർധാതുഭിരേഭിരന്വിതം പാദോരുവക്ഷോ ഭുജപൃഷ്ഠമസ്തകൈ അംഗൈരുപാംഗൈരുപയുക്തമേതത് അഹം മമേതി പ്രഥിതം ശരീരം മോഹാസ്പദം സ്ഥൂലമിതീര്യതേ ബുധൈഃ. ഇവിടെ 1.5 ശ്ലോകത്തിലാണ്. അര ശ്ലോകം പിന്നീട് വായിക്കാം. മജ്ജാസ്ഥിമേദ പലരക്തചർമ്മ ത്വഗാഹ്വയൈർധാതുഭിരേഭിരന്വിതം പാദോരുവക്ഷോ ഭുജപൃഷ്ഠമസ്തകൈ അംഗൈരുപാംഗൈരുപയുക്തമേതത് അഹം മമേതി പ്രഥിതം ശരീരം മോഹാസ്പദം സ്ഥൂലമിതീര്യതേ ബുധൈഃ. മജ്ജാസ്ഥി മേദ പല രക്ത ചർമ്മ ത്വഗാഹ്വയൈഃ. എല്ലാം നമുക്കറിയുന്ന വസ്തുക്കളാണ്. മജ്ജ, അസ്ഥി, മേധസ് കൊഴുപ്പ്, ശരീരത്തിൽ അടിഞ്ഞുകൂടിയ കൊഴുപ്പ്. പല, മാംസം. ഫലമെന്ന് പറഞ്ഞാൽ മാംസം. ഫലവും പലലവും മാംസമാണ്. രക്തം തന്നെ. ഇതൊക്കെ ഇനി ഈ മുഴുവൻ മലയാള ഭാഷയാക്കുക എന്നാണ് പറയണത്.
അപ്പം എന്തൊക്കെയാ അതിന് പറയാമെന്നറിയില്ല. മലയാളത്തിൽ ഇതിനൊക്കെ എന്താ പറയാമെന്നറിയില്ല സത്യത്തിൽ. മജ്ജയ്ക്ക് എന്താ പറയുക മലയാളത്തിൽ? എനിക്കറിയില്ല. മജ്ജാന്ന് തന്നെയാണ് അറിയുക. അസ്ഥിക്ക് എല്ല് എന്ന് പറയാം, അതിനുണ്ട്. അസ്ഥിക്ക് അസ്ഥി അല്ല, എല്ല്, അത് എല്ലെന്ന് പറയാം. മേധസ്സിന് കൊഴുപ്പ് എന്ന് പറയാം. എല്ലൊന്നും അറിയില്ല, അതാ പറയണത്. വലിയ പ്രശ്നമാണ്. ഗവർണർ ഒപ്പിട്ടു, നിയമമായി. ഇനി സ്റ്റേറ്റ് ഗവൺമെൻറ് ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത അന്ന് മുതൽക്ക് നമ്മുടെ മലയാള ഭാഷാ ബില്ല് ആക്റ്റായി മാറി. ആക്റ്റായി ഇപ്പോൾ തന്നെ, പക്ഷേ ആക്ട് പ്രാബല്യത്തിൽ വന്നു. ഗവർണർ ഒപ്പിട്ട നിമിഷം അത് ആക്റ്റായി. പിന്നെ പല എന്നുള്ളത് ഇറച്ചി എന്ന് പറയാം. മാംസം എന്ന് പറയരുത്, മാംസം സംസ്കൃതമാണ്, ഇറച്ചി. ഇപ്പോൾ ഇറച്ചി എന്ന് പറയുമ്പോൾ വേറൊരു പ്രശ്നമുണ്ട്, കഴിക്കാനുള്ളതാണോ എന്ന് സംശയം വരും. പിന്നെ രക്തം, രക്തത്തിനെന്താ? ചോര. ചോര. ചർമ്മം, തൊലി. ത്വക്കെന്ന് പറഞ്ഞേക്കരുത്, ത്വക്ക്. അപ്പോഴോ വലിയ പ്രശ്നമായി, വലിയ പ്രശ്നമാണ്. കാരണം നമുക്ക് തൊലി എന്ന് പറഞ്ഞാൽ മൊത്തം തൊലിയാണ്. പക്ഷേ ത്വക്ക്, ചർമ്മം എന്ന് പറയുമ്പോൾ ചർമ്മം മൊത്തമാണ്, ത്വക്ക് അതിൻ്റെ ഉപരിതലമാണ്. ചർമ്മത്തിൽ തന്നെ പല ലെയറുണ്ട്, അതിൽ ത്വക്ക് ബാഹ്യ ലെയറാണ്. അതൊക്കെ പ്രശ്ന ശുദ്ധ മലയാളത്തിലേക്ക് ആക്കുമ്പോൾ പുറംതൊലി, അകംതൊലി എന്നൊക്കെ പറയേണ്ടി വരും. ഇങ്ങനെയുള്ള ആഹ്വയൈഹി പേരുള്ളതായ, ഇതൊക്കെ പേരുകളാണ്, ഇപ്രകാരമുള്ളതായ ധാതുഭിഹി, ധാതുക്കളെ കൊണ്ട്. ആർക്കെങ്കിലും മലയാളം അറിയിച്ചാൽ പറയാട്ടോ, എനിക്കറിയില്ല ധാതു എന്നുള്ളതിന്. ധാതുക്കളെ കൊണ്ട്, ഏഭിഹി ഇവയെ കൊണ്ട്, അന്വിതം ചേർന്നത്. ഇത്രയും ചേർന്നത്. ഇപ്പം ഇത്രയുമല്ല, ഇതുപോലുള്ള ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ട്. ഇനി പറയാൻ ഒരുപാട് ബാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ കൂട്ടിക്കോളൂ അതിൻ്റെ ഒന്നിച്ച്. കഫം, മലം, മൂത്രം, പിത്തം, ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. എത്രമാത്രം എന്തൊക്കെ കുഴലുകളുണ്ട്, നാര് കണ്ടോ, എന്തൊക്കെയോ ഉണ്ട്. ഇതൊക്കെ ചേർന്നതായ പാദോരു വക്ഷോ ഭുജപൃഷ്ഠമസ്തകൈഹി അംഗൈഹി, അംഗങ്ങളോട് ഇവയൊക്കെ ചേർന്നതാണ് നമ്മുടെ അംഗങ്ങൾ. ഏതൊക്കെയാണ്? പാദം, കാല്, ഊരുക്കള്, തുടകള്, വക്ഷസ്, നെഞ്ച്, ഭുജം, കൈകൾ, പൃഷ്ഠം, പിൻഭാഗം, മസ്തകം, കഴുത്തിന് മുകളിലുള്ള മൊത്തം ഭാഗം. ഇങ്ങനെയുള്ള അംഗങ്ങളെ കൊണ്ടും ഉപാംഗങ്ങളെ കൊണ്ടും ചേർന്നത്. ഉപാംഗം എന്ന് പറഞ്ഞപ്പോൾ കൈ എന്ന് പറഞ്ഞാൽ കയ്യിൽ തന്നെ വിരൽ വന്നു, അതൊക്കെ ഉപാംഗങ്ങളാണ്. കൈ ഒരംഗമാണെങ്കിൽ വിരലുകളൊക്കെ ഉപാംഗങ്ങളാണ്. അങ്ങനെ ഇനി വിരലിനൊരു അംഗമായി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഓരോ സന്ധിഭേദങ്ങൾ, നഖം, അതൊക്കെ ഉപാംഗങ്ങളാണ്. അങ്ങനെ എടുക്കണം. അങ്ങനെയുള്ള അംഗ ഉപാംഗങ്ങളോട് കൂടിയ ഈ ശരീരം സ്ഥൂലം, സ്ഥൂല ശരീരം, ശരീരം സ്ഥൂലം. എന്താണിത്? അഹം മമേതി പ്രഥിതം. ചിലരിതിനെ ഞാനെന്നും പറയും, ചിലർ എൻ്റെ എന്നും പറയും, ഇല്ലേ? രണ്ടും പറയാറുണ്ട്, നമ്മളൊക്കെ രണ്ടും പറയാറുണ്ട്. എൻ്റെ ദേഹം എന്നും പറയാറുണ്ട്, ഞാൻ വെളുത്തിട്ടാണ്, ഞാൻ കറുത്തിട്ടാണ്, ഞാൻ തടിച്ചിട്ടാണ്, ഞാൻ മെലിഞ്ഞിട്ടാണെന്നൊക്കെ പറയില്ലേ? ഞാൻ പെണ്ണാണ്, ഞാൻ ആണാണെന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഞാനെന്നും പറയാറുണ്ട് ഇതിനെക്കൊണ്ട്, എൻ്റെ എന്നും പറയാറുണ്ട്, രണ്ടും പറയാറുണ്ട്. ഞാൻ എൻ്റെ എന്ന് പ്രഥിതം, പ്രസിദ്ധം. ഞാനെന്നും എൻ്റേതെന്നും പ്രസിദ്ധമായ ഈ സ്ഥൂല ശരീരം ഇതെന്താ? അത് മോഹാസ്പദം, മോഹത്തിന് മുഴുവൻ ആസ്പദമാണ്. ഇവിടെയാണ് ആദ്യത്തെ മോഹം തുടങ്ങുന്നത്. മോഹം ചാൽ ശരിയും തെറ്റും തിരിച്ചറിയാത്ത അവസ്ഥാവിശേഷമാണ് മോഹം. അപ്പോൾ എല്ലാ മോഹങ്ങൾക്കും ആസ്പദം ഇതാണ്. ഇല്ലേ? മറ്റൊരാളുടെ സ്ഥൂല ശരീരം കണ്ടിട്ട് നമ്മൾ മോഹിച്ചു പോകുന്നു, നമ്മളെ സ്ഥൂല ശരീരത്തെ സംബന്ധിച്ച് നമ്മൾ മോഹിക്കുന്നു. ഞാനല്ലാത്തതിനെ ഞാനെന്ന് കണക്കാക്കുന്നതൊന്ന്,
എൻ്റെ എന്നുള്ള കണക്കാക്കുന്നത് മറ്റൊന്ന്, പിന്നെ എൻ്റെ എല്ലാ ചിന്തകൾക്കും ആസ്പദമായി പോകുന്നത് മറ്റൊന്ന്, അങ്ങനെ അങ്ങനെ പരന്നു പോകും. നിന്നെ കണ്ട് ഞാൻ മോഹിച്ചു പോയി ഇല്ലേ? അങ്ങനെയൊക്കെ ഇല്ലേ? അങ്ങനെ കണ്ട് നിൻ്റെ എന്ത് കണ്ടിട്ട്? ഈ സ്ഥൂല ശരീരം കണ്ടിട്ട്, അല്ലാണ്ട് നിൻ്റെ എന്ത് കാണാനാ? നിൻ്റെ മനസ്സോ ബുദ്ധിയോ കണ്ടിട്ടല്ല. മനസ്സും ബുദ്ധിയൊന്നും കാണാൻ നോക്കില്ല. അപ്പം മോഹാസ്പദമാണ് ശരീരം. ഇതാണ് ആദ്യം പറയുന്നത് സ്ഥൂല ശരീരം. ഇതാണ് സ്ഥൂല ശരീരം. രണ്ടാമതായിട്ട് സൂക്ഷ്മ ശരീരത്തെ പറയുകയാണ്. നോക്കൂ, നഭോ നഭസ്വദഹനാംബുഭൂമയ സൂക്ഷ്മാണി ഭൂതാനി ഭവന്തി താനി പരസ്പരാംശൈർമിലിതാനി ഭൂത്വാ സ്ഥൂലാനി ച സ്ഥൂല ശരീരഹേതവ മാത്രാസ്തദീയാ വിഷയാ ഭവന്തി ശബ്ദാദയ പഞ്ചസുഖായ ഭോക്തുഃ. നഭോ നഭസ്വദഹനാംബുഭൂമയ സൂക്ഷ്മാണി ഭൂതാനി ഭവന്തി താനി പരസ്പരാംശൈർമിലിതാനി ഭൂത്വാ സ്ഥൂലാനി ച സ്ഥൂല ശരീരഹേതവ മാത്രാസ്തദീയാ വിഷയാ ഭവന്തി ശബ്ദാദയഃ പഞ്ചസുഖായ ഭോക്തുഃ. നഭഃ, നഭഃ ആകാശം. നഭസ്വത് ആകാശത്തിൽ വ്യാപിച്ചിരിക്കുന്നത് വായു. ദഹന അഗ്നി, അമ്പു ജലം, ഭൂമി ഭൂമി അതിൻ്റെ ബഹുവചനാണ് നഭോ നഭസ്വദ് ദഹനാംബു ഭൂമയ എന്നുള്ളത് ബഹുവചനം. അപ്പം 5 ഭൂതങ്ങൾ ചേർന്നത്. സൂക്ഷ്മാണി ഭൂതാനി ഭവന്തി താനി, ഇതാണ് സൂക്ഷ്മഭൂതങ്ങൾ. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നിവയാണ് സൂക്ഷ്മഭൂതങ്ങൾ, പഞ്ചഭൂതങ്ങൾ. ഇവ പരസ്പരാംശൈഹി മിലിതാനി ഭൂത്വാ സ്ഥൂലാനി ഭവന്തി. പരസ്പരാംശങ്ങൾ ചേർന്ന് വരുമ്പോൾ സ്ഥൂലമായി മാറും. അതായത് വായുവിൻ്റെ ഒരംശം ആകാശം, അഗ്നി, ജലം, ഭൂമി എന്നിവയുടെ അംശങ്ങളോട് ചേരുമ്പോൾ സ്ഥൂലമായ വായുവാവും. ഭൂമിയുടെ ഒരംശം മറ്റ് 4 ചേർന്നാൽ സ്ഥൂലമായ ഭൂമിയായി. എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ അതത് ഭൂതത്തിൻ്റെ സൂക്ഷ്മാംശമായിരിക്കും കൂടുതൽ ഉണ്ടാവുക. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കണക്കൊക്കെ ആചാര്യന്മാർ പറഞ്ഞു തരും. ഒരു ഭൂതത്തിൻ്റെ പകുതി അതത് ഭൂതവും 8-1 വീതം മറ്റ് ഭൂതങ്ങളും. അപ്പോൾ 8-1 × 4 എന്ന് പറയുമ്പോൾ അരയായി. അരയും 1. കൃത്യം അങ്ങനെയൊന്നും ആരും ധരിച്ചേക്കരുത്. അത് നമുക്ക് ചിന്തിക്കാനൊരു ഒരു ഒരു ഉപാധി പറഞ്ഞു തരിക മാത്രമാണ്. ഇപ്പോൾ സ്ഥൂല ഭൂമി എന്ന് പറഞ്ഞാൽ അതിൽ ഭൂമിയുടെ പകുതിയും ആകാശം, വായു, അഗ്നി, ജലം എന്നിവയുടെ 8-1 വീതവും. സ്ഥൂല ജലം എന്ന് പറഞ്ഞാൽ ജലത്തിൻ്റെ പകുതിയും ആകാശം, വായു, അഗ്നി, ഭൂമി എന്നിവയുടെ 8-1 വീതവും. അങ്ങനെ മനസ്സിലാക്കണം. അതാണ് ഇവ പരസ്പരാംശങ്ങൾ ചേർന്നിട്ട് സ്ഥൂലാനി ഭൂതാനി ഭവന്തി. ഈ സ്ഥൂലഭൂതങ്ങളാണ് സ്ഥൂല ശരീരഹേതവഃ, സ്ഥൂല ശരീരത്തിൻ്റെ കാരണക്കാർ. നമ്മുടെ ഈ സ്ഥൂല ശരീരത്തിൻ്റെ കാരണക്കാർ ഈ സ്ഥൂലഭൂതങ്ങളാണ്. ഈ 5 ഭൂതങ്ങൾ ചേർന്നിട്ടാണ് ഇതുണ്ടായിട്ടുള്ളത്. തദീയഃ മാത്രാഃ വിഷയാഃ ഭവന്തി. അവയുടെ മാത്രകളോ വിഷയങ്ങളാകും. മാത്രകൾ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മം. ഇതേ ഭൂതങ്ങളുടെ സൂക്ഷ്മങ്ങളാണ് വിഷയങ്ങൾ. അതായത് ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം.
ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങളാണ് ഭൂതമാത്രകൾ. ഈ ഭൂതമാത്രകളാണ് വിഷയങ്ങളാവുന്നത്. എത്ര? പഞ്ച, അഞ്ച്. ഇതെന്തിനത്? സുഖായ ഭോക്തു, ഭോക്താവിൻ്റെ സുഖത്തിനായിക്കൊണ്ട്. സുഖത്തിനായിക്കൊണ്ടെന്ന് പറഞ്ഞാൽ സുഖം ദുഃഖം അനുഭവങ്ങൾക്കായിക്കൊണ്ട്, ഭോഗത്തിനായിക്കൊണ്ട്, സുഖദുഃഖാദി ഭോഗാനങ്ങൾക്കായിക്കൊണ്ട് ഇവ തീരുന്നു. ലളിതമാണ്, ഒന്നും വിശദീകരിക്കേണ്ട ആവശ്യമേ ഇല്ല. എന്തെങ്കിലും വിശദീകരിക്കണ്ടെങ്കിൽ ചോദിക്കണം. യേഷു മൂഢാ വിഷയേഷു ബദ്ധാ രാഗോരുപാശേന സുദുർമദേന സുദുർദമേന ആയാന്തി നിർയാന്ത്യഥ ഊർധ്വമുച്ചൈഃ സ്വകർമ്മദൂതേന ജവേന നീതാഃ. യേഷു മൂഢാ വിഷയേഷു ബദ്ധാ രാഗോരുപാശേന സുദുർദമേന ആയാന്തി നിർയാന്ത്യഥ ഊർധ്വമുച്ചൈഃ സ്വകർമ്മദൂതേന ജവേന നീതാഃ. യേ യാവരാണോ ബഹുവചനാണ്. യേ യാവർ. ഇന്നിപ്പോൾ യാവർ എന്നൊന്നും ഇന്നത്തെ മലയാളത്തിൽ പറയാറില്ല കേട്ടോ, ഇല്ലേ? ഇന്നെന്താ പറയാ? ഏവർ. അപ്പം കെ എന്നുള്ളതിന് എന്ത് പറയും? ശരി, ഏ എന്നുള്ളതിന് യാവർ എന്ന് പറയാതെ ഏവർ എന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ. പുതിയ മലയാളത്തിൽ യാവർ എന്നൊരു പ്രയോഗമേ ഇല്ല. പക്ഷെ നമുക്കത് പ്രയോഗിക്കാണ്ട് വയ്യ. കാരണം അവിടെ ഏവർ എന്ന് പ്രയോഗിച്ചാൽ കെ എന്നുള്ളതിന് എന്താ പ്രയോഗിക്കുക? കെ എന്നുള്ളതിനാണ് ഏവർ എന്ന് പ്രയോഗിക്കേണ്ടത്. തേ അവർ, തേ അവർ. ഏ യാവർ. അതുകൊണ്ട് അങ്ങനെ തന്നെ പ്രയോഗിക്കാം നമുക്ക്. മറ്റുള്ളവർ ഇയാളുടെ ഭാഷ മോശമാണെന്ന് പറയും, അതിന് വിരോധമില്ല. നമുക്ക് മനസ്സിലാക്കല്ലേ ഉദ്ദേശ്യം. അപ്പം യാവരാണോ? ആരാ? മൂഢാഹ, മൂഢന്മാർ, മോഹിക്കപ്പെട്ടവർ, സത്യത്തെ തിരിച്ചറിയാത്തവർ. യേഷു വിഷയേഷു ബദ്ധാഹ, ഈ വിഷയങ്ങളിൽ ബദ്ധരായി പോകുന്നത്, കെട്ടപ്പെടുന്നത്. ഏതിൽ? ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളിൽ കുടുങ്ങിപ്പോകുന്നത്. ഓരോന്നിൽ കുടുങ്ങിയാൽ തന്നെ പോക്ക, പിന്നെ അഞ്ചിലും കൂടി കുടുങ്ങിയാലോ അത് വലിയ കൊടുക്ക. ശബ്ദവും തിരക്കേടില്ല, കാണാനും കൊള്ളാം, ഇല്ലേ? കാണാൻ കൊള്ളാം സ്വാമി, പിന്നെന്താ നീ കെട്ടാഞ്ഞേ? അത് സംസാരിച്ച് നോക്കുമ്പോൾ അവിടെ ശബ്ദം ശരിയില്ല. ഇത് ശബ്ദവും കൊള്ളാം, രൂപവും കൊള്ളാം, സ്പർശവും കൊള്ളാം, മണവും കൊള്ളാം, എല്ലാം കൊള്ളാമെന്നാ പറയുക. ഒക്കെ നന്നായിട്ട് ഇങ്ങനെ അഞ്ചിലും കുടുങ്ങി. ഈ യേഷു പഞ്ചസു വിഷയേഷു ബദ്ധാഹ. എങ്ങനെ? ആരാ കുടിക്കേ? രാഗോരുപാശേന, രാഗമാകുന്ന വമ്പൻ കയറുകൊണ്ട്. ഉരുപാശം, പാശം എന്ന് പറഞ്ഞാൽ കയറ്, ഉരു വർദ്ധിച്ച. അപ്പോൾ വലിയ കമ്പക്കയറ് തന്നെയാണ്, വലിയ കമ്പക്കയറിട്ട് കെട്ടിവെച്ചിരിക്കുക. ആ കമ്പക്കയറിൻ്റെ പേരാണ് രാഗം. രാഗമാകുന്ന കമ്പക്കയറ് കൊണ്ട് കെട്ടിയിട്ട് വലിയ പ്രശ്നം തന്നെയാണ്, ഇല്ലേ? രാഗമാകുന്ന കമ്പക്കയർ എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് ഒരു നേരം പോക്കൊക്കെ പറയുമ്പോൾ ചെറിയ പ്രശ്നമുണ്ട്. നമുക്ക് ചില സൂചന പോലും പറഞ്ഞുകൂടാ, പറഞ്ഞാൽ അവർക്കത് വിഷമാവും. ഇന്ന് രണ്ട് കക്ഷികൾ നമ്മളെടുത്ത് വന്നു. ഒരു ശാന്തിക്കോ സമാധാനത്തിനാണ് വരുന്നത് വെച്ചാൽ അവിടുന്നെങ്കിലും ലഹള കൂടാതിരിക്കണ്ടേ? അവിടുന്നും ഫൈറ്റാണ്. ഒരു പതിയും പത്നിയും. പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇയാൾ ധാരാളം പെണ്ണുങ്ങളെ ഫോണ് വിളിക്കുകയാണ്. ഇതാണ് പ്രശ്നം.
എൻ്റെ പതി പല സ്ത്രീകളെ ഫോൺ വിളിക്കുന്നു, അതെനിക്കിഷ്ടമല്ല. എന്നാൽ അത് പറഞ്ഞാൽ മതി, ആരാന്ന്, എന്നാൽ ഒരു പ്രശ്നമില്ല. അതാൾ പറയുന്നുമില്ല. ഞാൻ ചോദിക്കുമ്പോൾ ലഹള കൂടി പ്രശ്നമാക്കി വിഷയമാക്കി. ഞാൻ ചോദിച്ചു, പിന്നെ ടെലികോം കമ്പനി ഉണ്ടാക്കി വെച്ച വെറുതെ ആണമ്മ, ഇതൊക്കെ വിളിക്കാനല്ലേ ഇത്, ഈ സൗകര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള വിളിക്കാനല്ലേ, ബേജാറാവണ്ട, വിഷമിക്കണ്ട, നിങ്ങളെന്തായാലും ഇത്ര കൊല്ലം ജീവിച്ചില്ലേ, ഇനി സന്തോഷമായിട്ട് പോട്ടെ എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. കാരണം എന്താ വെച്ചാൽ രണ്ടുപേരും ഏകദേശം ഇപ്പോൾ എപ്പോഴാണ് മരണം എന്ന് നമുക്ക് ആർക്കും അറിയില്ല. നമുക്കൊക്കെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മരണം വരാം, എന്നാലും ഒരു പ്രായമൊക്കെ ഉണ്ടല്ലോ, അത്രയും പ്രായമായിട്ടുണ്ടെന്നാണ് ഉദ്ദേശിച്ചത്. ഇത് ഒരു യുവാക്കന്മാരൊന്നും അല്ല, വൃദ്ധന്മാരാ രണ്ടുപേരും. എന്തായാലും ഒരു 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 വൃദ്ധത്വം പറയാനും വയ്യല്ലേ, അതും പ്രശ്നമാണ്. അപ്പം പറഞ്ഞാൽ മോശം, ഇത്ര വയസ്സായ വൃദ്ധനാവുന്നൊക്കെ പറഞ്ഞാൽ മോശം. എന്തായാലും 83 മുകളിലെ വൃദ്ധത്വം വേണ്ടു എന്നാണ് ഇപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുള്ളത്. അത്രയായിട്ടില്ല. എന്തായാലും 75 മുകളിലുണ്ട് ഉറപ്പാണ്. എനിക്കാണെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല, കുറച്ചൊന്ന് വിശ്രമിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള സമയമാണ്. ഒന്നിന് പുറകെ ഒന്നായി രാവിലെ തൊട്ടൊരു വിശ്രമമില്ലാണ്ട് ആൾക്കാരോട് സംസാരിച്ച് ക്ഷീണിച്ചിരിക്കുക. അപ്പോഴാണ് ഈ കേസ് വന്നത്. ഞാൻ നിങ്ങൾ എന്തായാലും ഉഷാറാക്കി. പിന്നെ കുടുംബത്തിൽ കലഹമൊക്കെ നല്ലതാണ്, അത്യാവശ്യം കുടുംബം സന്തോഷമായിട്ട് പോകണമെങ്കിൽ കലഹം നിർബന്ധമാണെന്ന് ചിദാനന്ദപുരി സ്വാമി പറഞ്ഞതല്ല, തിരുവള്ളുവർ പറഞ്ഞിട്ടുണ്ട്. തിരുക്കുറളിൽ അവസാനം കലഹപ്രകരണ. അതെ, അതുകൊണ്ട് പോയി കലഹിച്ചോളൂ, വിരോധമില്ല. തമാശയൊക്കെ പറഞ്ഞു എടുത്തു. അയ്യോ, രണ്ടുപേരും കീരിയും പാമ്പും പോലെയാണ്. ഇവരെങ്ങനെ ഒന്നിച്ച് വന്നു എന്നറിയില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ രണ്ടാളും ഒന്നിച്ച് സന്തോഷമായിട്ട് നടക്കണമുണ്ട്. ഇതൊരു സ്നേഹമാണ്. അതിന് ഈ കക്ഷി പറയുക, സ്വാമി അതൊരു എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. എന്നാൽ മുമ്പെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അത് അവർ കേൾക്കാൻ സമ്മതിച്ചില്ല. എനിക്കങ്ങനെ ഇല്ല സ്വാമി, എനിക്കങ്ങനെ പ്രശ്നമില്ല സ്വാമി എന്നാണ്. അവരില്ലാത്തപ്പോൾ എന്നോട് പറഞ്ഞു, സ്വാമി അതെൻ്റെ ഒരു വീക്ക്നെസ്സാണ്, വേറൊരു കുഴപ്പവും ഞാൻ ചെയ്യണില്ല. പിന്നെ എന്താ ഇപ്പം എന്തുകൊണ്ട് കുഴപ്പം? ഞാൻ ഒരു കുഴപ്പമില്ല, നിങ്ങൾ തുടർന്നോളൂന്നേ, വയസ്സുകാലത്ത് ഒരു സന്തോഷവും സമാധാനവും കിട്ടട്ടെ. അല്ലാണ്ട് ഇപ്പം എന്താ അവരോട് പറഞ്ഞു കൊടുക്കുക? വേണ്ട പറയാൻ പറ്റുമോ? വേണ്ടാന്ന് ഞാൻ പറഞ്ഞ അയാൾ അനുസരിക്കാൻ പോകണോ? വേണമെന്ന് പറയാൻ പറ്റുമോ? ഒരു സന്തോഷം കിട്ടട്ടെ, വേറെ ഒന്നിനും അയാൾ പോകുന്നില്ലല്ലോ. എന്നിട്ട് ഞാൻ ഈ അമ്മേനെ വിളിച്ചു, നിങ്ങൾ അതിനേക്കാൾ സുഖം നിങ്ങൾ കൊടുക്കൂ വർത്തമാനം പറഞ്ഞിട്ട്, വേറെ ഒന്നും അയാൾക്ക് ആവശ്യമില്ല. നിങ്ങൾ നല്ല വാക്ക്, മധുരമായ വാക്ക് പറഞ്ഞാൽ മതി. നിങ്ങളൊരു 10, 40, 50, 60 കൊല്ലം മുമ്പിലേക്ക് പോവുക. അപ്പം നിങ്ങളുടെ ഭാവനയിലുണ്ടായിരുന്ന വാക്കുകൾ എന്തൊക്കെയാണോ അയാൾക്ക് പ്രേരകമാകുന്ന വാക്കുകൾ, അഥവാ നിങ്ങളുടെ അന്നത്തെ കാമുകന് പ്രേരകമായ വാക്കുകൾ, അതൊക്കെ ഇപ്പം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തുള്ള അയാൾക്കൊരു സന്തോഷമാവട്ടെ. ഇതാണ് ഈ രാഗോരു പാശം. തമാശയാണെന്ന് വിചാരിക്കാമല്ലോ, ഇതിപ്പോൾ ഇന്നുണ്ടായ സംഭവമാണ് പറഞ്ഞത്. ദിവസം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമല്ലോ നമുക്ക്. അപ്പോൾ ഒരു വർദ്ധിച്ച രാഗമാകുന്ന വലിയ കമ്പക്കയറിട്ട് കെട്ടപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെയുള്ളവൻ? സുദുർദമേന. സുദുർദമേന. ദുർദമൻ എന്ന് പറഞ്ഞാൽ ദമം ചെയ്യാൻ പ്രയാസമുള്ളവൻ, നിയന്ത്രിക്കാൻ പ്രയാസമുള്ളവൻ. ഒരു സൂം കൂടി കൂടിയാലോ ഒട്ടും നിയന്ത്രിക്കാൻ വയ്യ. അതാണ്, നിയന്ത്രിക്കാനേ വയ്യ. അങ്ങനെയുള്ള രാഗമാകുന്ന കയറുകൊണ്ട് കെട്ടപ്പെട്ട് ഈ വിഷയങ്ങളിൽ കുടുങ്ങിയിരിക്കണവർ 5. ആയാന്തി. അവർക്ക് എന്താ ഫലം? ആയാന്തി വരുന്നു, നിർയാന്തി പോകുന്നു. അവർക്കുള്ള ഫലമാണ് പറയണത്. എന്താണ്? ആയാന്തി വരുന്നു ഈ സംസാരത്തിലേക്ക്, നിർയാന്തി പോകുന്നു. പോയാലോ പിന്നെയും വരും, പിന്നെയും പോവും. ഈ പോക്കുവരവാണ്, പോക്കുവരവ്. മലയാളത്തിൽ പോക്കുവരവ് എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം പറയാം ഇല്ലേ? പോക്കുവരവ് എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം പറയാണ്. അവിടുന്ന് രജിസ്റ്റർ ഓഫീസിൽ നിന്ന് കിട്ടുന്നതല്ലേ പോക്കുവരവ് അല്ലേ? അല്ല, എന്തായാലും ഈ പോക്കുവരവാണ്. പോകല് വരിക, പോവുക വരിക. എവിടേക്ക്? അധ ഊർധ്വം. താഴേക്കും പോവും, മുകളിലേക്കും പോവും, താഴേക്കും പോവും, മുകളിലേക്കും പോവും. മുകളിലേക്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യ യോനിയിൽ നിന്ന് മുകളിലേക്ക്, താഴേക്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യ യോനിയിൽ നിന്ന് താഴത്തേക്ക്. ഈ ഇങ്ങനെ മേപ്പെട്ടും കിഴ്പ്പെട്ടും പോയി എങ്ങനെയാത്? ഇതൊക്കെ ആരാ നിയന്ത്രിക്കണത്? ഒക്കെ ഭഗവാന്റെ ഒരു കളി തന്നെയാട്ടോ. ഒരു ഭഗവാനും അല്ല, സ്വകർമ്മദൂതേന. അവനവൻ ചെയ്ത കർമ്മമാകുന്ന ദൂതനെ കൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത്. നമ്മളുടെ ഗതിക്ക് കാരണം നമ്മുടെ കർമ്മമാണ്.
നമ്മുടെ ജീവിതത്തിലെ ഉയർച്ചത്താഴ്ചകൾക്ക് കാരണം നമ്മുടെ കർമ്മമാണ്, കയ്യിലിരിപ്പാണ്, വേറൊന്നുമല്ല. സ്വകർമ്മദൂതേന ജവേന, വളരെ വേഗതയുള്ളവനാ കർമ്മം, ശക്തിശാലിയാ. അപ്പം നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ ആ ജവേന, അത്യന്തം ശക്തിയുള്ള കർമ്മത്താൽ നീതാഹ, നയിക്കപ്പെടുന്നവരായിട്ട് മുകളിലേക്കും താഴേക്കും പോയിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഈ മുകളിലേക്കും താഴേക്കും അത്രയ്ക്ക് പോകാൻ താല്പര്യമില്ല എങ്കിൽ നീ നിൻ്റെ രാഗങ്ങളെ നിയന്ത്രിച്ചോളൂ, അല്ലേ നിയന്ത്രിക്കണ്ട. ഇത്രയേ ഉള്ളൂ. ആചാര്യൻ വസ്തുതകളെ നമ്മുടെ മുമ്പിൽ നിരത്തി കാണിക്കുകയാണ്. നമുക്ക് സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കാം, തള്ളേണ്ടതിനെ തള്ളാം. അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കൊക്കെ ഉണ്ട്. വ്യക്തമാണല്ലോ. നോക്കൂ, യേഷു മൂഢാ വിഷയേഷു ബദ്ധാഃ രാഗോരുപാശേന സുദുർദമേന ആയാന്തി നിർയാന്ത്യഥ ഊർധ്വമുച്ചൈഃ സ്വകർമ്മദൂതേന ജവേന നീതാഃ. അങ്ങനെ 77 ശ്ലോകമായി എന്ന് കൂട്ടുക. 78 നമുക്ക് അടുത്ത പ്രാവശ്യം പഠിക്കാം. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം